കൊലപാതകം ചെയ്യുന്ന രീതി തന്നെ മൃഗീയമായി മർദ്ദിച്ചു. ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനും കമ്പി വഴിയുണ്ടടിച്ച് പൊട്ടലുകളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് പുനലൂരിൽ ഹർത്താൽ ആചരിച്ചതിൻ്റെ കാരണം 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടിക്കും, പ്രതികളുടെ സൂചനകൾ ലഭ്യമായി എന്നൊക്കെ പല ന്യൂസുകൾ വന്നെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പ്രതികളെ പിടിക്കുമെന്ന് മാത്രമാണ് അറിയിച്ചത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനമെടുത്ത് ഹർത്താലിലേക്ക് പോകണ്ട എന്നായിരുന്നു ആദ്യം തീരുമാനമെടുത്തതെങ്കിലും പിന്നീട് നമ്മൾ ഹർത്താലിലേക്ക് പോയി. പുനലൂരുകാർ ആ ഹർത്താലിൽ പുനലൂരിലെ വ്യാപാരി വ്യവസായികൾ ഒന്നടങ്കം വളരെ ഭംഗിയായ രീതിയിൽ സഹകരിച്ചു. അവരോട് DMKക്ക് എന്നും നന്ദിയും കടപ്പാടുമുണ്ട്. നമുക്കറിയാം, പുനലൂരിനെ ഒരു കണ്ണൂരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ ആരായാലും അവരെ പൊതുജനങ്ങൾ ഒന്നടങ്കം നേരിടണം. നമുക്കെല്ലാവർക്കും ആശയവിനിമയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ വിലക്കാറുണ്ട്, അതിനെതിരെ പോരാടാറുണ്ട്. എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ? നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ നാടിൻ്റെ നന്മയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വളർത്തുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ പുനലൂരിൽ കഴിഞ്ഞ 3 വർഷമായി DMKയുടെ പൊതുപ്രവർത്തനം കണ്ട് പല രാഷ്ട്രീയക്കാർക്കും മനസ്സിലായി തുടങ്ങി. പൊതുപ്രവർത്തനമാണ് DMK ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടത് എന്ന്. ഇതിൽ പല പണച്ചാക്കുകളിലെ പണങ്ങൾ വാങ്ങിക്കൊണ്ട് കുറച്ച് ആൾക്കാർ, എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, പണത്തിൻ്റെ നുങ്ക് കാണിച്ച് കുറേ നാൾ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ്. നിങ്ങൾക്കറിയാം, DMKയുടെ പാർട്ടി ഓഫീസ് അടിച്ചു താർത്തിരുന്നു. ഇതിനു മുമ്പ് മുഖംമൂടി ധാരികൾ നമ്മുടെ പാർട്ടി ഓഫീസിൽ കയറി രജിരാജിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം പോലീസ് കൊടുത്ത നിർദ്ദേശമാണ് ഒരു കാരണവശാലും അവിടെ താമസിക്കേണ്ടതെന്ന്. ആ താമസിക്കേണ്ട എന്ന പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെമ്മന്തൂരിലേക്ക് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. രാവിലെ 7:15 അവിടുന്ന് നടന്നു വരുന്ന കാര്യം കൃത്യമായി നോക്കി മനസ്സിലാക്കി ദിവസങ്ങൾ കൊണ്ടെടുത്ത് കൊട്ടേഷൻ സംഘത്തെ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതാണോ രാഷ്ട്രീയം? ഇതാണോ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്? തെറ്റ് ചൂണ്ടിക്കാട്ടി ആർക്കു നേരെയും വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവനെ അടിച്ചമർത്താനാണ് ഇവിടുത്തെ കൊള്ളക്കാരന്മാർ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. DMK ഇത് ചോദ്യം ചെയ്യും. അതിൻ്റെ സൂചന മാത്രമാണ് നമ്മുടെ ഹർത്താലിലെ പൊതുജനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് ഉടനെ തന്നെ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റ് മാർച്ചിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് മാറും. അത് നമ്മുടെ പാർട്ടിയുമായി ആലോചിച്ച് അടുത്ത ഘട്ടം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഉടനെ തന്നെ പോലീസിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഗവൺമെൻറ്റിൽ നമുക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അവർ പ്രതികളെ പിടിക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.